അരീക്കോടിന്റെ പ്രത്യേക രുചിക്കൂട്ടുമായി അരനൂറ്റാണ്ട് സ്നേഹത്തോടെ വിരുന്നൂട്ടിയ ജോളി ഹോട്ടൽ അരീക്കോട്. അരീക്കോട് പുത്തലം കൊണ്ടോട്ടി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ഏറനാട് MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പരിശോധന നടത്തി. അടിയന്തര പ്രശ്നപരിഹാരത്തിന് തീരുമാനം. അരീക്കോട് പുത്തലം കൊണ്ടോട്ടി റോഡ് ജംഗ്ഷനിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് ഉണ്ടാകുന്നത്. ഇവിടെ മഴക്കാലമാകുന്നതോടെ വലിയ കുഴികൾ രൂപപ്പെടുകയും വെള്ളക്കെട്ടുകളിൽ ചാടാതിരിക്കാൻ വാഹനം സ്ലോ ആക്കുന്നതോടുകൂടി കിലോമീറ്റർ നീണ്ട ബ്ലോക്കുമാണ് പരിസര പ്രദേശത്തുണ്ടാകുന്നത്. ഇത് പരിഹരിക്കാനാണ് MLA PK ബഷീറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘവും ജനപ്രതിനിധികളും നാട്ടുകാരും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികളുമടക്കം പരിശോധിക്കുകയും യോഗം ചേരുകയും ചെയ്തത്. പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലത്ത് എത്രയും വേഗത്തിൽ ഇന്റർലോക്ക് പതിക്കാനും മൺസൂൺ കാലം കഴിയുന്നതോടെ ടാറിംഗ് ചെയ്യാനും തീരുമാനിച്ചു. എല്ലാവരും ഒന്ന് വന്ന് സൈറ്റ് കണ്ടു. അപ്പോൾ തൽക്കാലം ആദ്യം ഇവിടെ ടൈൽസ് ഇട്ടിട്ട് തൽക്കാലം പാച്ച് ചെയ്യാം. നാളെ തന്നെ അത് വെള്ളിയാഴ്ച വൈകുന്നേരത്തേക്കും അതിന് പണി പൂർത്തീകരിക്കുന്നതാണ് KSTPന്റെ പറഞ്ഞത് അല്ലേ മനോജ്? അത് അവർ ഉറപ്പുന്നുണ്ട്. പിന്നീട് ഡിസംബർ ജനുവരി ആകുമ്പോൾ പിന്നെ താറിങ്ങും കാര്യങ്ങളായിട്ട് ശാശ്വതമായ പരിപാടി. അപ്പോൾ ഈ മൺസൂൺ ആയതുകൊണ്ട് മറ്റേ താറിങ്ങും പരിപാടി നടക്കാൻ അതിന് സാങ്ഷൻ കിട്ടൂല. കാരണം പണിയെടുത്ത് നിങ്ങൾക്കറിയാം, മഴ പെയ്തതിന് പിറ്റേന്ന് ഒലിച്ചു പോയാൽ പിന്നെ അതൊരു വാർത്തയാവും. പിന്നെ അപ്പുറത്തുള്ളതും കൂടി ഇപ്പോൾ തൽക്കാലം അവിടെയും പോയിട്ട് ആ സൈറ്റ് കണ്ടിട്ട് അപ്പുറത്തും ഈ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം ഉണ്ടാവും. ജംഗ്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടി ഒരാഴ്ച കൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റും അതിൻ്റെ പ്രൊപ്പോസൽ ഉണ്ടാക്കിയാൽ RKYയിൽ വേണം ഇതിൻ്റെ സാങ്ഷൻ വാങ്ങാൻ. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അതിൻ്റെ നടപടിക്രമം പൂർത്തിയാകുമ്പോൾ ഒരു 1.5 മാസം പിടിക്കും. പള്ളി കമ്മിറ്റി ആണെങ്കിൽ വളരെ നല്ല ആയിട്ട് സഹകരിക്കുന്നുണ്ട്. ജംഗ്ഷൻ വിപുലീകരണത്തിനായി പള്ളിയുടെ മുൻവശം സൗജന്യമായി വിട്ടു നൽകാനുള്ള സന്നദ്ധത പള്ളി കമ്മിറ്റി അറിയിച്ചു. പള്ളിമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കിണറിന് പകരം സംവിധാനം ഉണ്ടാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കിണറാണ് ഇവിടെ ഒരു പ്രശ്നം. കിണർ പള്ളിക്ക് വെള്ളം വേണം, നല്ല വെള്ളമുള്ള കിണറാണ്. ഇനി ആരെങ്കിലും സൗജന്യമായ സ്ഥലം അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ അവിടെ കിണറും അതിന് പമ്പും അതിൻ്റെ പൈപ്പ് ലൈനും ഒക്കെ ഉള്ള ചിലവ് അരീക്കോട് വ്യാപാരി വ്യവസായി ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ശാശ്വതമായ പരിഹാരവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ വീതിയും കാര്യങ്ങളൊക്കെ കിട്ടും. അത് കമ്മിറ്റി സമ്മതിച്ചിട്ടുണ്ട്. അത് കമ്മിറ്റി കൂടിയിട്ട് ആലോചിച്ച് ചെയ്യാൻ പറഞ്ഞു. KSTPയുടെ കൺസൾട്ടിംഗ് ഓഫീസർ ജോസഫ് മാത്യു, മനോജ്, PW റോഡ്സ് AE സിറാജ്, വാട്ടർ അതോറിറ്റി AE വർഷ, സബ് ഇൻസ്പെക്ടർ വാസുദേവൻ, PP സഫറുള്ള, മെമ്പർമാരായ അഷ്റഫ്, സാദിൽ, ഉമർ വെള്ളേരി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജോളി സജീർ, സെക്രട്ടറി അൽമോയ റസാഖ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പള്ളി കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പങ്കെടുത്തു. ന്യൂസ് 10 അരീക്കോട്. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.